ഈ ഓണക്കാലത്തെ മൊത്ത ചില്ലറ വില നിരീക്ഷിക്കാൻ നാളെ മുതൽ സ്ക്വാഡുകൾ രംഗത്തെത്തുകയാണ്. ഓഗസ്റ്റ് 25-ാം തീയതി വരെ ജില്ലാ താലൂക്ക് തല പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന തുടരും. ജില്ലാ താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാകും പരിശോധന. പൊതുവിപണിയിൽ അരിയടക്കം അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നീക്കം എന്നതാണ് മനസ്സിലാക്കുന്നത്. അരുൺ സോളമനാണ് ചെയ്തത്. അരുൺ, മന്ത്രി തന്നെ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അനാവശ്യ വിലവർധനയും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അരുൺ? വിനീത, നിലവിൽ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് തന്നെയാണ് നാളെ മുതൽ ഈ സ്ക്വാഡുകൾ രംഗത്തിറങ്ങുന്നത്. കാരണം നിലവിൽ തന്നെ പല മേഖലകളിലും പ്രത്യേകിച്ച് ഈ അരിമില്ലുകൾ അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റുകളിലടക്കം ഈ വിലവർദ്ധനവ്, അനാവശ്യ വിലവർദ്ധനവ് ഉയർന്നുണ്ട് എന്നുള്ളത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് വരുന്ന 25-ാം തീയതി വരെയാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുക. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ കർശന നിയമ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അടക്കം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതാത് ദിവസങ്ങളുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർമാർക്ക് നൽകണമെന്നും മന്ത്രി നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരി അടക്കമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഇതിൽ ഏറ്റവും മറ്റൊന്ന്, നിലവിലുള്ള പഴയ സ്റ്റോക്കുകൾ ആ വിലയ്ക്ക് മാത്രമേ വിൽക്കാവൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പല ഈ മാർക്കറ്റുകളിലും ഈ പഴയ സ്റ്റോക്കുകൾ ഇപ്പോൾ പുതിയ ഒരു നിരക്കിലേക്ക് വിൽക്കുന്ന ഒരു പ്രവണത നിലവിൽ കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ മന്ത്രി നൽകിയിരിക്കുന്നത്. പഴയ സ്റ്റോക്കുകൾ ആ വിലയ്ക്ക് മാത്രം നൽകുക. പുതിയ സ്റ്റോക്കുകൾ ആ സ്റ്റോക്കുകളുടെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർമാർക്ക് നൽകണം. മറ്റൊന്ന്, ഈ വിൽക്കുന്ന മില്ലുകളിൽ ഈ പട്ടിക തിരിച്ച് അതാത് അരികളുടെ വിലയും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലകൾ പട്ടികകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം കൂടി നിലവിൽ വിനീത നൽകിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഓണക്കാലമാകുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത്, പൂഴ്ത്തിവയ്പ് ഉണ്ടാകുന്നതൊക്കെ തടയുന്നതിന് വേണ്ടി കൂടിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി. മന്ത്രി അനൂപ് ജേക്കബ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്തത്.